ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പഴത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പഴുത്ത പഴം, അതായത് പാളയംകുടം പഴം ഉണ്ടായിരുന്നു. അതിന് ഞാൻ കുറച്ച് എടുത്തു. ഒരു അടിപൊളി 4 മണിക്കൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളിതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് പഴം തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പഴംപൊരിക്ക് കീറി കൊടുക്കണ പോലെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു 3 പീസാക്കി എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് 3 പീസ് വേണ്ട, 2 പീസ് മതിയായിരുന്നു എന്ന്. ഞാൻ പക്ഷേ ആദ്യത്തെ തന്നെ ഒരു 3 പീസാക്കി എടുത്തു. എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ പഴംപൊരിക്ക് അരിയണ പോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ. എന്നിട്ട് ഞാനത് അവിടെ കുറച്ച് നേരം വെച്ച് കൊടുത്തിട്ട് ഞാനൊരു 3 ബ്രെഡ് എടുത്തു കേട്ടോ. 3 ബ്രെഡ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായി പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സാധാ നോർമൽ ബ്രെഡ് തന്നെയാണ് കേട്ടോ, വീറ്റ് ബ്രെഡ് അങ്ങനത്തെ ഒന്നുമല്ല, സാധാ നോർമൽ ബ്രെഡ് എടുത്തിട്ട് ഞാനിതാ ബ്രെഡിൻ്റെ സൈഡും എല്ലാം കൂടിയിട്ട് നമ്മളിതാ പൊടിച്ചെടുത്തു കേട്ടോ. നന്നായി തന്നെ കട്ട്ലേറ്റിനൊക്കെ പൊടിക്കുന്ന പോലെ ബ്രെഡ് ക്രംസ് നമ്മൾ പൊടിച്ചെടുത്തു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റസ്ക് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാത്രത്തിൽ ഒരു 2 സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. മൈദപ്പൊടി മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവറോ അരിപ്പൊടി എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറേശ്ശെ ഒന്ന് എടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആക്കണം കേട്ടോ ബാറ്റർ. നല്ല കട്ടിയിലും വേണ്ട, നല്ല ലൂസിലും വേണ്ട, ഒരു മീഡിയം ഒരു ഇത് അതേപോലെ എടുത്തു. അപ്പോൾ ഞാനൊരു പാൻ അതിന് മുന്നേ ഞാൻ അടുപ്പിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നന്നായി പഴം അങ്ങനെ മുക്കി പൊരിക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട, നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടോ. അപ്പോൾ ഞാൻ മൊത്തം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴവും നമ്മുടെ മൈദയുടെ ബാറ്ററിലൊന്ന് മുക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ നോക്കിയപ്പോൾ അത് പഴം പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് ബാറ്ററിൽ മുക്കി കുറേശ്ശെ ഇങ്ങനെ ഇട്ട് നമ്മുടെ എല്ലാം പഴം ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറേശ്ശെ എടുത്തിട്ട് കുറച്ച് ബ്രെഡ് ക്രംസിലിട്ട് മുക്കി അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയുടെ ബാറ്ററിൽ മഞ്ഞൾപ്പൊടി അതിട്ട് വേണമെങ്കിൽ കൊടുക്കട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത് ആദ്യമായിട്ടാണ് ചെയ്തത്. ഈ പഴംപൊരി ഈ പാളയംകുടം പഴം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് എല്ലാം ഒരുമിച്ച് തന്നെ ഞാൻ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരുമിച്ച് പൊരിച്ചെടുക്കുന്നത്. നമ്മൾ ഓരോ ട്രിപ്പ് എടുത്ത് പൊരിക്കാവുമ്പോൾ ശരിയാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് എള്ള് വേണമെങ്കിൽ എള്ള് ഇട്ട് കൊടുക്കാം, ജീരകം പൊടി വേണമെങ്കിൽ ജീരകം പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. നമ്മൾ ഈ മൈദയിൽ കുറച്ച് ഉപ്പ് അത്ര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ബ്രെഡ് ക്രംസിലും ഇട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക, അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ളെല്ലാം കോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പാളയംകുടം പഴമാണെന്ന് നമുക്ക് അറിയും കൂടി ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. പൊരിച്ചെടുക്കുമ്പോൾ ഈ ബ്രെഡ് ക്രംസ് ആയ കാരണം കുറച്ചിങ്ങനെ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് ഇതാവും കേട്ടോ. അപ്പോൾ ഒരു വിധം മീഡിയം നമുക്ക് ഇതിൽ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ബ്രെഡ് ക്രംസ് അല്ലേ, പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ഒരേ ഭാഗം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സൈഡൊക്കെ ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്രിസ്പിനെസ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. ഇത് ഞാൻ ആദ്യമായി ഉണ്ടാക്കുന്ന കാരണമല്ല പറയണത്, നിങ്ങൾ പാളയംകുടം പഴമാണെന്ന് നമുക്കറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ ഒട്ടും മധുരം ചേർക്കേണ്ട, നല്ല മധുരമുള്ള പഴമായിരുന്നു. അപ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ തന്നെ പുറത്തൊരു ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല മധുരമുള്ളൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയാണെങ്കിൽ ഫ്ലോപ്പാവുമെന്ന് വിചാരിച്ചു. ഈ പാളയംകുടം പഴമല്ലേ, പഴുത്ത് കഴിഞ്ഞാൽ അധികം പിളിയായിട്ട് രസം ഉണ്ടാവില്ലല്ലോ. പിന്നെ കറുത്ത് പോയാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കറുത്ത് കളയുക തന്നെ പതിവ്. അപ്പോൾ 2 ട്രിപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കോരിയെടുത്തു. സെക്കൻഡ് ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണ നമുക്ക് ഒട്ടും ഒഴിച്ചു കൊടുക്കണ്ട, അത്രേ ഉള്ളത് തന്നെ നമുക്ക് ബാക്കിയായി. അപ്പോൾ ഇതേ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക തന്നെ ചെയ്തേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ചൂടോടെ കഴിക്കാൻ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ വീട്ടിലിങ്ങനെ പാളയംകുടം പഴം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ കേടായി കറുത്ത് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പൊരിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞു.
അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി ഇഷ്ടമായെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറയണം. ഇത് ചേച്ചി അടിപൊളി പലഹാരമായിരുന്നു എന്നൊന്ന് പറയണം. ഇഷ്ടമായിട്ടില്ലെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയ വെറൈറ്റി റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളുമായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.